സ്റ്റേജിലേക്ക് ഇപ്പോൾ കയ്യിൽ ആളുകളെ പ്രഷർ എടുക്കുന്ന നിലയിലേക്ക് ബേസിൽ എത്തിയിട്ടുണ്ട്. ഞാൻ എന്നെ തന്നെ ഒരു എൻ്റർടൈനറായിട്ടാണ് കാണുന്നത്. അതിന് ഞാൻ കണ്ടെത്തിയ മീഡിയം സിനിമയാണെന്നേ ഉള്ളൂ. അതിപ്പോൾ സിനിമയിൽ വന്നില്ലായിരുന്നെങ്കിലും അതുപോലെയുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് സ്പേസിൽ തന്നെയായിരിക്കും ഞാൻ ഉണ്ടാവുക. ആൾക്കാർ ചുറ്റും ഇരിക്കുമ്പോൾ ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുക എന്നുള്ളത് എനിക്ക് എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു കാര്യമാണ്. ബോറടിച്ചിരിപ്പിക്കാൻ താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ രീതിയിൽ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുക എന്നുള്ളത് എൻ്റെ ഉള്ളിലുള്ള സാധനമാണ്. അപ്പോൾ അത് സിനിമയിൽ വന്നപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. അഭിനേതാവ് എന്നുള്ള രീതിയിലോ ഡയറക്ടർ എന്നുള്ള രീതിയിലോ അതിലൊരു പെർഫോമർ എന്നുള്ള രീതിയിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ ആൾക്കാർ സന്തോഷിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് അങ്ങനെ കിട്ടുന്നത് നല്ലത് തന്നെയാണ്. ഒരു പ്രോഗ്രാമിന് പോകുമ്പോൾ ആളുകൾക്ക് സന്തോഷിപ്പിക്കുക എന്നുള്ളത് ആൾക്കാർ നമ്മളെ കാണാൻ വരുന്ന ആളുടെ പ്രഷർ അല്ല, അവിടെ കയറി 2 വാക്ക് പ്രസംഗിച്ച് കൊടുക്കുന്നു, ഇങ്ങനെ ഒരു എന്റർടൈൻമെന്റ് കൊടുക്കുമ്പോൾ ആ പ്രേക്ഷകർക്ക് ഇഷ്ടമാണ്. അതെ, ആൾക്കാർക്ക് ഇഷ്ടമാകുമ്പോൾ നമുക്കും അതൊരു സന്തോഷം. അതെ അതെ അതെ. ഈ ബേസിലിന്റെ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. ബേസിലിന്റെ സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതായിരിക്കും? പൊന്മാന്റെ പ്രൊമോഷൻ വന്നാൽ പറയില്ല. അല്ല, സീരിയസ്ലി ഇതിൽ എനിക്ക് അജേഷിന്റെ, അതായത് ബേസിലിന്റെ പെർഫോമൻസ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നന്നായി ചെയ്തിട്ടുണ്ട്. കണ്ടിട്ട് നിങ്ങളും അത് തന്നെ പറയാം. എല്ലാവരും ബേസിലിന്റെ ഇതിലെ അഭിനയത്തെ കുറിച്ച് തീർച്ചയായിട്ടും സംസാരിക്കും. ഈ സിനിമ സംസാരിക്കും തീർച്ചയായും. എന്തൊക്കെ ഉണ്ട് ബേസിലെ നമ്മൾ ബേസിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത എന്തൊക്കെ ഇതിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടും. എൻ്റേത് മാത്രമല്ല, ഞാൻ ഇനിയിപ്പോൾ ഇവരെന്നെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവരെ കുറിച്ച് പറയുന്നതല്ല, ഇവരെക്കുറിച്ചൊക്കെ സംസാരിക്കും ഉറപ്പാണ്. ലിജോ മോളുടെ പെർഫോമൻസ്, ഞാൻ ലിജോ മോളുടെ വൺ ഓഫ് ദ ഫൈനസ്റ്റ് പെർഫോമൻസസിലൊന്നാണ് പൊന്മാനിലെ പെർഫോമൻസ്. സ്റ്റെഫി ഗ്രാഫ് എന്ന് പറയുന്ന ക്യാരക്ടർ സത്യമായിട്ടും ഈ പറയുന്ന ജയ് ഭീമിന് ശേഷം ഒരു ലിജോ മോൾ ഉണ്ടെങ്കിൽ പൊന്മാനിന് ശേഷം ഒരു ലിജോ മോളും ഉണ്ടാവും ഉറപ്പായിട്ടും. അതുപോലെ സജിൻ അംബാൻ എന്ന് പറയുന്ന ക്യാരക്ടറിന് ശേഷം അതിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് ദിക്കിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് മരിയാനോ എന്ന് പറയുന്നത്. അപ്പോൾ ആളുടെ ഒരു ചോയ്സും അത് പുൾ ഓഫ് ചെയ്തിരിക്കുന്ന രീതിയും ഭയങ്കര രസമാണ്. അത് ഞാൻ പറഞ്ഞത് എത്ര എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ സിനിമ കാണാൻ പോവാണ് 30-ാം തീയതി. സിനിമ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരെക്കുറിച്ചും സംസാരിക്കും. ഇതിൻ്റെ ഡയറക്ടറെക്കുറിച്ചും സംസാരിക്കും, ക്യാമറമാനെക്കുറിച്ച് സംസാരിക്കും, മ്യൂസിക് ഡയറക്ടറെക്കുറിച്ച് സംസാരിക്കും, എഡിറ്ററെക്കുറിച്ച് സംസാരിക്കും, അഭിനേതാക്കളെ എല്ലാവരെക്കുറിച്ചും സംസാരിക്കും. ആനന്ദ് മന്മഥനെ കുറിച്ച് സംസാരിക്കും. ബ്രൂണോ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്ത് ആനന്ദിനെ കുറിച്ച് സംസാരിക്കും. അമ്മമാരായിട്ട് അഭിനയിച്ച ജയ ചേച്ചിയും സന്ധ്യ ചേച്ചിയെ കുറിച്ച് സംസാരിക്കും. കാരണം എല്ലാവരും നല്ല എഴുത്തുകാരെ കുറിച്ച് സംസാരിക്കും. ജി ആർ ഇന്ദു ബോബൻ ചേട്ടനെ കുറിച്ചും ജസ്റ്റിൻ മാത്യുവിനെ കുറിച്ചും സംസാരിക്കും. അങ്ങനത്തെ ഒരു സിനിമയാണത്. അപ്പോൾ അതുകൊണ്ട് ഈ ഇന്ദുവിൻ്റെ സ്ക്രിപ്റ്റ് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല, കണ്ട സിനിമകളിലാണ്. പക്ഷെ അതിൽ ഒരു വേദന ഉണ്ടാവും, ഒരു നൊമ്പരം ഉണ്ടാവും. ഇന്ദുവിൻ്റെ സ്ക്രിപ്റ്റുകളെല്ലാം അങ്ങനെയാണ്. ഒരു ചെറിയൊരു നൊമ്പരം നമുക്ക് തരും. നമുക്ക് ആലോചിക്കാൻ കുറച്ച് സിനിമകൾ നമുക്ക് വീട്ടിൽ ചെന്നാലും ഒന്ന് ചിന്തിക്കാനുള്ള ഒരു അതാണ് ഇന്ദുവിൻ്റെ സ്ക്രിപ്റ്റുകളിലെ ഏറ്റവും വലുത്. അദ്ദേഹത്തെ ബുക്കുകളെല്ലാം ആണെങ്കിൽ അങ്ങനെയാണ്. ബുക്കുകൾ ആ രീതിക്ക് തന്നെ ആയിരിക്കും ഈ സിനിമയിലേക്ക് വരും. ബുക്കുകളിലെ ആ രീതിക്ക് തന്നെ ആയിരിക്കും സിനിമയിലേക്ക് വരും. അദ്ദേഹം ഒന്ന് നമുക്കൊന്ന് ആലോചിക്കാൻ, നമ്മളൊന്ന് ചിന്തിപ്പിക്കും. അതെ, ആ ലിറ്ററേച്ചറിൻ്റെതായിട്ടുള്ള ഒരു ഗുണം ഈ സിനിമയ്ക്കുണ്ട്. ആ ഒരു ഡെപ്തും ആ ഒരു ലേയേഴ്സും ന്യൂആൻസസും ഒക്കെ ക്യാരക്ടേഴ്സിനും അതിൻ്റെ സെറ്റിങ്ങിലും ഐഡിയ പോലും ഒറിജിനലാണ്. നമ്മളിങ്ങനെ ഒരു കഥ ഞാൻ വായിച്ചപ്പോൾ ഞാൻ കേട്ടിട്ടില്ല അതിൻ്റെ ഒരു കോൺഫ്ലിക്റ്റ്, ഇനീഷ്യൽ കോൺഫ്ലിക്റ്റ്, ഇങ്ങനൊരു അത് കൊള്ളാലോ എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് തോന്നി. അത് ഇതൊക്കെ ഇവിടെ ഉള്ളതാണോ, അത് ഇൻട്രസ്റ്റിംഗ് ഐഡിയ ആണല്ലോ എന്ന് നമുക്ക് തോന്നും. അപ്പോൾ അതൊരു നേറ്റിവിറ്റി ഭയങ്കര രസമാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഇപ്പോൾ മരിയാനോയും കുറച്ച് കുറച്ച് പിള്ളേരുമായിട്ട് ഒരു ഫൈറ്റ് സീനുണ്ട്. നമ്മൾ അത് ഡിസ്കസ് ചെയ്യുമ്പോഴൊക്കെ അതൊരു ഫൈറ്റ് സീനാണ്. അവിടെ അങ്ങനെ ഒരു സ്ഥലത്തൊരു ഫൈറ്റ് സീൻ വരണം, മരിയാനോൻ്റെ ഒരു ഫൈറ്റ് എന്ന് പറയുന്ന പോലത്തെ ഇതിൽ. അപ്പോൾ ആ പിള്ളേരെ തല്ലണം എന്ന് പറയുന്നതാണ് സംസാരിക്കുമ്പോൾ ഉള്ള വിഷയം. അതിന് ഇന്ദുവൻ ചേട്ടൻ അതിനെ അഡാപ്റ്റ് ചെയ്യുമ്പോൾ ആ തല്ലിനെ വെറും തല്ലാക്കുക എന്നുള്ളതല്ലാതെ ഈ ഇദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് കുതിര ഓടുന്ന പിള്ളേരെ ഇയാൾ ചെമ്മീൻ കെട്ടാണ്. ഇയാൾക്ക് കായലിൽ ചെമ്മീൻ കെട്ട് നടത്തുന്ന ആളാണ് മരിയാനോ എന്ന് പറയുന്ന ക്യാരക്ടർ. അപ്പം മരിയാനോ ചൂണ്ട എറിഞ്ഞിട്ടാണ് ആ പയ്യന്മാരെ ഇവിടെ ഹുക്ക് ചെയ്ത് പിടിച്ചിട്ട് ബാക്കോട്ട് വലിക്കുന്നത്. അപ്പോൾ ആ ചൂണ്ട എറിയുക എന്ന് പറയുന്നത് അവിടുത്തെ നേറ്റിവിറ്റിയും അവിടുത്തെ കൾച്ചറിനെ കുറിച്ചൊക്കെ അത്രയും ആധികാരികമായിട്ട് അറിയുന്ന ഒരാൾക്ക് അങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അതൊരു ഫൈറ്റായിട്ട് നിൽക്കും. അപ്പോൾ ആ തരത്തിലുള്ള ഡീറ്റെയിലിങ്ങുകളൊക്കെ അങ്ങനത്തെ ഒരു റൈറ്ററിൻ്റെ ഒരു ഇൻപുട്ടാണ്. അത് ഇന്ദുവൻ ചേട്ടൻ എന്ന് പറയുന്ന ഒരാളുടെ അദ്ദേഹത്തിൻ്റെ ബുക്കുകളിലൊക്കെ കാണുന്ന ആ ഒരു ഒറിജിനാലിറ്റി സിനിമയിലും ഉണ്ട്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.